ഹായ് എവരി വൺ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രണവ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്, ഡയോഡ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഡയോഡ്സിനെ പറ്റിയിട്ട് എന്താണ്, അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് നമുക്കറിയാം. അപ്പോൾ അതിനെ ഓരോന്നിനെ പറ്റി എന്താണ് പെട്ടെന്ന് നമ്മൾ എക്സാം പോയിന്റിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം, ചില പോയിന്റ്സ് മാത്രമായിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് LED പറ്റിയിട്ടാണ്. ലൈറ്റ് എമിറ്റേറ്റിംഗ് ഡയോഡ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് ബിറ്റ്വീൻ the electrodes passes through this diode, light is produced. അപ്പോൾ എന്താണ് LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഡയോഡ്സിനകത്തൂടെ ഈ ഡയോഡ്സിനോട് എന്താണ് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയോഡ്സിനകത്തൂടെ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓർക്ക് എന്താണ് ലൈറ്റ് എമിറ്റഡ് ഡയോഡിൻ്റെ പ്രത്യേകത എന്താണ്, അതിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പിന്നെ എന്താണ്, ലൈറ്റ് ഈസ് ജനറേറ്റഡ് വെൻ എ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഫോർവേഡിങ് കറണ്ട് പാസസ്. അപ്പോൾ എപ്പോഴാണ് ഈ കറണ്ട് ഇതിന് ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, LED ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മളൊരു സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് അതിലൂടെ പാസ് ചെയ്യണം. ഓർക്ക് എന്താണ്, അതിനകത്തൂടെ ഒരു സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡയോഡ്സിനകത്ത് എന്ത് ചെയ്യുക, ലൈറ്റ് ഉണ്ടാവുക. ദിസ് ലൈറ്റ് ജനറേറ്റഡ് ഈസ് നോട്ട് വിസിബിൾ ആസ് ദർ ആർ ഫ്രീക്വൻസി ലെവൽസ് ദാറ്റ് ഡു നോട്ട് അലോ വിസിബിലിറ്റി. അപ്പോൾ എന്താണ്, നമുക്ക് ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ലൈറ്റും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്, പല ഫ്രീക്വൻസിനകത്തുള്ള പല ഫ്രീക്വൻസി ലെവലിലുള്ള ലൈറ്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. LEDs ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ മറ്റൊരു കാര്യം എന്താണ് നമ്മൾ അറിയേണ്ടത്, LED എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആയിരിക്കും. LED എന്ന് പറയുന്നത് ദർ ആർ ട്രൈ കളർ LEDs ദാറ്റ് ക്യാൻ എമിറ്റ് 3 കളേഴ്സ് അറ്റ് എ ടൈം. അപ്പോൾ ഓർക്ക് എന്താണ്, ഒരേ സമയം 3 കളറുകൾ വരെ എന്താണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന LEDസിനെ നമ്മൾ എന്താണ് പറയുന്നത്, ട്രൈ കളർ LEDs. ലൈറ്റ് കളർ ഡിപ്പെൻഡ്സ് ഓൺ ദ എനർജി ഗ്യാപ്പ് ഓഫ് ദ സെമി കണ്ടക്ടർ യൂസ്ഡ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്. ഓർക്ക് എന്താണ്, ഒരു LEDക്കകത്തുള്ള എന്താണ് കളർ LEDയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കളർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർക്ക് എന്താണ്, ഒരു LEDക്കകത്ത് ഉള്ള ലൈറ്റിൻ്റെ കളർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ്, എനർജി ഗ്യാപ്പ്. എനർജി ഗ്യാപ്പ് ഓഫ് ദ സെമി കണ്ടക്ടർ യൂസ്ഡ്. ആ LEDക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സെമി കണ്ടക്ടർ എന്താണ്, എനർജി ഗ്യാപ്പിൻ്റെ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം, നമ്മളിപ്പോൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്, നമ്മൾ LED പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ LED എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡയോഡ്സിനകത്തൂടെ കറണ്ട് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഒരു സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എന്ത് ചെയ്യുക, ഫോർവേഡിങ് കറണ്ട് ആയിരിക്കണം അതിനകത്ത് പാസ് ചെയ്യേണ്ടത്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്, ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കറണ്ടും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. കാരണം എന്താണ്, എല്ലാം ഒരേ ഫ്രീക്വൻസി ആയിരിക്കില്ല, നമ്മളെ വിസിബിലിറ്റിയിലുള്ള റേഞ്ചിലായിരിക്കുക നിൽക്കാൻ പോകുന്നത്. മറ്റൊന്നെന്താണ്, LED നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ടായിരിക്കുന്നതാണ്. ഒരേ സമയം 3 കളർ വരെ പ്രൊഡ്യൂസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ട്രൈ കളർ LED എന്ന് പറയാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, ലൈറ്റ് കളർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ആ LED ആ ഡയോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടറിൻ്റെ എന്താണ് എനർജി ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറിനെ നമുക്ക് എന്താണ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുക. ഇനി മറ്റൊരു ടൈപ്പ് ഡയോഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ലേസർ ഡയോഡ്. ലേസർ ഡയോഡാണ് പ്രൊഡ്യൂസസ് കൊഹറൻറ്റ് ലൈറ്റ്. അപ്പോൾ എന്താണ് ലേസർ ഡയോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കൊഹറൻറ്റ് ലൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ CD ഡ്രൈവ്സ്, DVDs ആൻഡ് ലേസർ ഡിവൈസസ്. അപ്പോൾ എന്താണ്, നമ്മുടെ ലേസർ ഡയോഡ് എന്ന് പറയുന്നത് എന്താണ്, CD ഡ്രൈവ്സിലും DVDയിലും ലേസർ ഡിവൈസിലാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. ദീസ് ആർ കോസ്റ്റ്ലി വെൻ കമ്പയർഡ് ടു LEDs ആൻഡ് ചീപ്പർ വെൻ കമ്പയർഡ് ടു അതർ ലേസർ ജനറേറ്റേഴ്സ്. അപ്പോൾ ഓർക്കേണ്ടതാണ്, LED-യുമായി കമ്പയർ ചെയ്യുമ്പോൾ LED-യേക്കാൾ എന്താണ്, LED-യുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഈ ലേസർ ഡയോഡ് എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. പക്ഷേ മറ്റ് ലേസർ ജനറേറ്ററായിട്ട് നോക്കുമ്പോൾ എന്താണ്, ഇത് കുറച്ചും കൂടി ചീപ്പറായിട്ടുള്ളതാണ്. അപ്പോൾ ഓർക്ക് എന്താണ്, നമുക്ക് പൊതുവെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സിലൊക്കെ ചോദിക്കേണ്ടത് അറിഞ്ഞുകൊണ്ടൊരു കാര്യമാണ് എന്താണ്, LED-യേക്കാൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈപ്പാണ് ഇതെന്ന് പറയുന്നത് ലേസർ ഡയോഡ്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ലേസർ ഡയോഡ് എത്രത്തിലുള്ള ലൈറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കൊഹറൻറ്റ് ലൈറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനറലി യൂസ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മൾ CD ഡ്രൈവ്സിലും DVDസിലും ലേസർ ഡിവൈസസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ലേസർ ഡയോഡ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഡയോഡ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അവലാൻഷി ഡയോഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എ റിവേഴ്സ് ബയസ് ടൈപ്പ്. ഓർക്ക് എന്താണ്, അവലാൻഷി ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു റിവേഴ്സ് ബയാസ് ടൈപ്പാണ്. ഓപ്പറേറ്റ്സ് യൂസിങ് ദ അവലാൻഷി എഫക്റ്റ്. അപ്പോൾ ഓർക്കുക, ഇത് വർക്ക് ചെയ്യുന്ന എന്ത് എഫക്ട് പ്രിൻസിപ്പൾ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവലാൻഷി എഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവലാൻഷി ഡയോഡ് വർക്ക് ചെയ്യുന്നത്. വെൻ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കറണ്ട്, ദ ബ്രേക്ക് ഡൗൺ ഓഫ് അവലാൻഷി ടേക്ക് പ്ലേസ്. അപ്പോൾ ഇതിൽ വർക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ്, വോൾട്ടേജ് ഡ്രോപ്പ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയും അതിനോടൊപ്പം എന്താണ് കറണ്ടുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് സംഭവിക്കും, ബ്രേക്ക് ഡൗൺ ഓഫ് അവലാൻഷി ടേക്ക് പ്ലേസ്. ഈ ഡയോഡ്സിൽ എന്ത് സംഭവിക്കും,
അവലാൻഷിൽ എന്താണ് ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതായിരിക്കും. ഓക്കെ, എക്സിബിറ്റ് ഹൈ ലെവൽസ് ഓഫ് സെൻസിറ്റിവിറ്റി ആൻഡ് യൂസ്ഡ് ഫോർ ഫോട്ടോ ഡിറ്റക്ഷൻ. അപ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, ഇതിൻ്റെ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ. ഓക്കെ, ഹൈ ലെവൽ ഓഫ് സെൻസിറ്റീവ് ഉള്ളൊരു ഡയോഡാണെന്ന് പറയുന്നത് അവലാൻഷി ഡയോഡാണ്. അതിനോടൊപ്പം തന്നെ എന്താണ് ഇത് ഫോട്ടോ ഡിറ്റക്ഷൻ. ഓക്കെ, ഫോട്ടോ ഡിറ്റക്ഷൻ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഫോട്ടോ ഡിറ്റക്ഷന് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഒന്നുകൂടി നമുക്ക് നോക്കാം. അവലാൻഷി ഡയോഡിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതൊരു റിവേഴ്സ് ബയസ് ടൈപ്പാണ്. പിന്നെ മറ്റൊന്നെന്താണ്, ഇത് അവലാൻഷി എഫക്റ്റ് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ്, വോൾട്ടേജ് ഡ്രോപ്പും കറണ്ട് ഇൻഡിപെൻഡൻ്റ് ആണ് നിൽക്കുന്നതിൽ അവിടെ നിന്ന് സംഭവിക്കും, ഒരു ബ്രേക്ക് ഡൗൺ ആയിരിക്കും ഡയോഡ്സിൽ സംഭവിക്കുക. പിന്നെ ലാസ്റ്റ് എന്താണ്, ഹൈലി സെൻസിറ്റിവിറ്റി ഉള്ള ഡയോഡ്സ് ആണ് അവലാൻഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഫോട്ടോ ഡിറ്റക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സെനർ ഡയോഡാണ് അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്യാൻ പ്രൊവൈഡ് എ സ്റ്റേബിൾ റെഫറൻസ് വോൾട്ടേജ്. ഓക്കെ, എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റെഫറൻസ് വോൾട്ടേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓപ്പറേറ്റഡ് ഇൻ റിവേഴ്സ് ബയാസ്. ഓർക്ക് എന്താണ്, സെനർ ഡയോഡ് നമ്മൾ റിവേഴ്സ് ബയാസിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബ്രേക്ക് ഡൗൺ ഓൺ ദ അറൈവൽ ഓഫ് സർട്ടൺ വോൾട്ടേജ്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഐ മീൻ വോൾട്ടേജ് ലിമിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൽ ഈ ഡയോഡ്സിൽ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതായിരിക്കും. ഓക്കെ, ഓർക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് വോൾട്ടേജിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. ഇഫ് കറണ്ട് പാസിംഗ് ത്രൂ ദ റെസിസ്റ്റർ ഈസ് ലിമിറ്റഡ്, എ സ്റ്റേബിൾ വോൾട്ടേജ് ഈസ് ജനറേറ്റഡ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സ്റ്റേബിൾ വോൾട്ടേജ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക, ഒരു സ്റ്റേബിൾ വോൾട്ടേജ് എങ്ങനെയാണ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, കറണ്ട് പാസ് ചെയ്യുന്നത് എന്താണ് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ആ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സെനർ ഡയോഡ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ പവർ സപ്ലൈസ് ടു പ്രൊവൈഡ് എ റെഫറൻസ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ എന്താണ് ജനറലി സെനർ ഡയോഡ്സ് ജനറലി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്, പവർ സപ്ലൈസിൽ ഒരു റെഫറൻസ് വോൾട്ടേജിനെ കുറിച്ച്, ഓക്കെ, ഒരു റെഫറൻസ് വോൾട്ടേജിനെ കുറിച്ച് ഐഡിയ തരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെനർ ഡയോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക എന്താണ്, നമ്മൾ റെഫറൻസ് വോൾട്ടേജിൻ്റെ ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഡയോഡാണ്, അത് സെനർ ഡയോഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. നമ്മൾ സെനർ ഡയോഡ്സിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്, ഒരു സ്റ്റേബിൾ റെഫറൻസ് വോൾട്ടേജിനെ കുറിച്ച് ഒരു ഐഡിയ തരാൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. മറ്റൊന്നെന്താണ്, ഇത് റിവേഴ്സ് ബയസിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ എന്താണ്, വോൾട്ടേജിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതായിരിക്കും. പിന്നെന്താണ് പറഞ്ഞത്, കറണ്ട് ആ റെസിസ്റ്ററിലൂടെ, ഈ ഡിവൈസ് സിസ്റ്റത്തിൽ എന്താണ് റെസിസ്റ്ററിലൂടെ ലിമിറ്റ് ചെയ്ത് കറണ്ട് നമുക്ക് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാൻ പറ്റും, ഒരു സ്റ്റേബിൾ വോൾട്ടേജ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജനറലി സെനർ ഡയോഡ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു റെഫറൻസ് വോൾട്ടേജിനെ പറ്റി കൃത്യമായിട്ട് ധാരണ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഡയോഡിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഷോർട്ട് കീ ഡയോഡാണ്. ഹാസ് എ ലോവർ ഫോർവേഡ് വോൾട്ടേജ് ദാൻ അതർ സിലിക്കൺ PN ജംഗ്ഷൻ ഡയോഡ്സ്. അപ്പം ഫസ്റ്റ് കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്, നമ്മുടെ മറ്റ് PN ജംഗ്ഷൻ സിലിക്കൺ, ഓക്കെ, സിലിക്കൺ PN ജംഗ്ഷൻ ഡയോഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ഇതിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ലോ ആണ്. ഓക്കെ, വളരെയധികം ലോ ആയിട്ടുള്ള ഒരു ഫോർവേഡ് വോൾട്ടേജ് ആണ് ഇതിനുണ്ടായിരിക്കുക. ദ ഡ്രോപ്പ് വിൽ ബി സീൻ വേർ ദർ ഈസ് എ ലോ കറണ്ട് ആൻഡ് അറ്റ് ദ സ്റ്റേജ് വോൾട്ടേജ് റേഞ്ചസ് ബിറ്റ്വീൻ 0.15 ആൻഡ് 0.4 വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്, ഇവിടുത്തെ എന്താണ് ലോ കറണ്ട് ഉണ്ടായിരിക്കും, എന്ത് സംഭവിക്കും, ഇവിടെ ഒരു ഡ്രോപ്പ് സംഭവിക്കുന്നതായിരിക്കും. ആ സ്റ്റേജിൽ അവിടുത്തെ വോൾട്ടേജ് റേഞ്ച് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ എത്രയാണ്, 0.15നും 0.4 വോൾട്ടിനും ഇടയിലായിരിക്കും. ഓക്കെ, ഷോർട്ട് കീ ഡയോഡ്സ് ആർ ഹൈലി യൂസ്ഡ് ഇൻ റെക്ടിഫയർ ആപ്ലിക്കേഷൻസ്. ഓക്കെ, റെക്ടിഫയർ ആപ്ലിക്കേഷൻസിലാണ് എന്ത് ചെയ്യുന്നത്, ജനറലി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷോർട്ട് കീ ഡയോഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്, നമ്മുടെ റെക്ടിഫയർ ആപ്ലിക്കേഷൻസിലാണ് ജനറലി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഷോർട്ട് കീ ഡയോഡ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ്, ഷോർട്ട് കീ ഡയോഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. വളരെയധികം എന്താണ് ലോവർ ആയിട്ടുള്ള ഫോർവേഡ് വോൾട്ടേജിനാണ് ഇതിനുണ്ടായിരിക്കുക. പിന്നെ മറ്റൊന്നെന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് റെക്ടിഫയർ ആപ്ലിക്കേഷൻസിലാണ്. ഇനി അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഫോട്ടോ ഡയോഡ്സിനെ പറ്റിയിട്ടാണ്. എ ഫോട്ടോ ഡയോഡ് ക്യാൻ ഐഡൻറ്റിഫൈ ഈവൻ എ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ റിസൾട്ടിങ് ഫ്രം ദ ലൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, വളരെ ചെറിയ അളവിലുള്ള ലൈറ്റിന് വരെ സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കറണ്ട് ഫ്ലോ റിസൾട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇതാണ് വളരെ ചെറിയ അളവിലുള്ള ഒരു സ്മോൾ എമൗണ്ട് ആയിട്ടുള്ള ലൈറ്റ് ആണെങ്കിൽ പോലും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാനും പറ്റും, കറണ്ട് ഫ്ലോ ജനറേറ്റ് ചെയ്യാനും പറ്റുന്നതാണ് എന്താണ് പറയുന്നത്, നമ്മൾ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. ഹെൽപ്ഫുൾ ഇൻ ദ ഡിറ്റക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ എന്താണ്, ലൈറ്റ് ഡിറ്റക്ഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡയോഡാണിത്. എ റിവേഴ്സ് ബയസ് ഡയോഡ്. ഓക്കെ, ഇതും എന്താണ്, ഇതും ഒരു റിവേഴ്സ് ബയസ് ഡയോഡാണ്, ഒരു റിവേഴ്സ് ബയസ്ഡ് ഡയോഡാണ്. യൂസ്ഡ് ഇൻ സോളാർ സെൽസ് ആൻഡ് ഫോട്ടോമീറ്റേഴ്സ്. അപ്പോൾ ജനറലി നമ്മൾ എന്താണ് ഫോട്ടോ ഡയോഡ്സിനെ യൂസ് ചെയ്യുന്നത് ഒന്നെന്താണ് സോളാർ സെൽസിലും, മറ്റൊന്ന് എവിടെയുമാണ് ഫോട്ടോമീറ്റേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ഓർക്കുക, ദേ ആർ ഓൾസോ യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയോഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, അത് ഫോട്ടോ ഡയോഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. നമ്മൾ ഫോട്ടോ ഡയോഡ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഫോട്ടോ ഡയോഡിന് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഈവൻ സ്മോൾ എമൗണ്ട് ഓഫ് എന്ത് ചെയ്യാൻ പറ്റും,
ലൈറ്റിന് നമുക്ക് ഏറ്റവും സ്മോൾ എമൗണ്ട് ലൈറ്റിന് നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു കറണ്ട് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ലൈറ്റിൻ്റെ ഡിറ്റക്ഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോട്ടോ ഡയോഡിനെ യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ഏത് ബയാസ് ആണെന്ന് വെച്ചാൽ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് സോളാർ സെൽസിലും ഫോട്ടോമീറ്റേഴ്സിലാണ് ജനറലി ഇത് യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ ഡയോഡ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ടൈപ്പ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് PN ജംഗ്ഷൻ ഡയോഡാണ്. ഓക്കെ, ഓൾസോ നോൺ ആസ് റെക്ടിഫയർ ഡയോഡ്സ്. ഓക്കെ, റെക്ടിഫയർ ഡയോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഓർക്കുക, PN ജംഗ്ഷൻ ഡയോഡ് മറ്റൊരു പേര് എന്താണ്, റെക്ടിഫയർ ഡയോഡ്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ദീസ് ഡയോഡ്സ് ആർ യൂസ്ഡ് ഫോർ ദ റെക്ടിഫിക്കേഷൻ പ്രോസസ് ആൻഡ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ പേര് പറഞ്ഞു നടക്കുക, ഞാൻ മറ്റൊരു നെയിം പറഞ്ഞു നടക്കുന്നതാണ്. നമ്മൾ പൊതുവെ ഇത് യൂസ് ചെയ്യുന്നത് റെക്ടിഫിക്കേഷൻ പ്രോസസ്സിനാണ്. അതിനോടൊപ്പം തന്നെ എന്താണ്, ആർ മെയ്ഡ് അപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ യൂസ് ചെയ്തായിരിക്കും. പിന്നെന്താണ്, ദ PN ജംഗ്ഷൻ ഡയോഡ്സ് ഇൻക്ലൂഡ്സ് 2 layers ഓഫ് സെമി കണ്ടക്ടർ. എന്താണ്, 2 ലെയറുള്ള. ഓക്കെ, ഇതിൽ 2 ലെയർ ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 ലെയർ ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. 1 ലെയർ ഓഫ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഈസ് ഡോപ്ഡ് വിത്ത് P-type മെറ്റീരിയൽ ആൻഡ് ദ അതർ ലെയർ വിത്ത് N-type മെറ്റീരിയൽ. അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന കണക്കിന് എന്താണ്, PN ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സൈഡിൽ ഡയോഡ് എന്താണ്, ഒരു സൈഡ് ഡോപ്പ് ചെയ്തിരിക്കുന്നത് P മെറ്റീരിയൽ ഉണ്ടായിരിക്കും, P-type മെറ്റീരിയൽ ആയിരിക്കും. മറ്റൊരു സൈഡ് ഡോപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്, N-type മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കും. കോമ്പിനേഷൻ ഓഫ് ദീസ് ബോത്ത് P and N ജംഗ്ഷൻ ടൈപ്പ് ലെയേഴ്സ് ഫോം എ ജംഗ്ഷൻ നോൺ ആസ് P and N ജംഗ്ഷൻ. അപ്പോൾ ഓർക്ക് എന്താണ്, 2 ടൈപ്പ് ആയിട്ടുള്ള, ഓക്കെ, 2 തരത്തിൽ ഡോപ്പ് ചെയ്തിരിക്കുന്ന എന്താണ് ജംഗ്ഷൻസ് ആയിരിക്കും, 2 ടൈപ്പ് ജംഗ്ഷൻ മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് രണ്ടിനെ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുക, ഒരു ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നതിനെ PN ജംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ മറ്റൊന്ന് എന്താണ്, ദ PN ജംഗ്ഷൻ ഡയോഡ് അലോസ് ദ കറണ്ട് ടു ഫ്ലോ ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് ബ്ലോക്സ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്, ഇതിൽ കറണ്ട് ഫ്ലോ സംഭവിക്കുന്നത് എപ്പോഴാണ്, ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമാണ്. റിവേഴ്സ് ഡയറക്ഷൻ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ അവർ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഇപ്പോൾ പറഞ്ഞ എന്താണ്, PN ജംഗ്ഷൻ ഡയോഡിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതിന് മറ്റൊരു പേരെന്ന് പറയുന്നത് നമ്മൾ റെക്ടിഫയർ ഡയോഡ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഇത് റെക്ടിഫിക്കേഷൻ പ്രോസസ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നതാണ്. മറ്റൊന്ന് അറിഞ്ഞിരിക്കേണ്ട എന്താണ്, സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ എന്താണ്, P-type മെറ്റീരിയൽ ഉണ്ട്, N-type മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടി ക്രിയേറ്റ് ചെയ്തൊരു ജംഗ്ഷൻ ആണെന്ന് പറയുന്നത് നമ്മൾ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം അറിയേണ്ടത് എന്താണ്, ഇതിൻ്റെ കറണ്ട് ഫ്ലോ എന്താണ്, ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും. എന്താണ്, റിവേഴ്സ് ഡയറക്ഷനിൽ എന്തായിരിക്കും, കറണ്ട് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന എന്താണ്, നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, April 25-നാണ്. അപ്പോൾ എന്താണ്, ഇതിൻ്റെ കോഴ്സ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്, റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, ലൈവ് നിങ്ങൾക്ക് മെൻറ്ററിങ് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം എന്താണ്, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. എന്താണ്, നോട്ട്സിൻ്റെ PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ കണ്ട വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കും ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം എന്താണ്, ഇനിയും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്